എല്ലാവർക്കും യൂണിറ്റ് ലേണിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കോൺവെക്സ് ലെൻസസ് ഈസ് കറക്റ്റ്? താഴെ നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റിൽ വായിച്ച് നോക്കാം. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ്, എ കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോംസ് എ റിയൽ ഇമേജ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം നമുക്കറിയാം ലെൻസിൻ്റെയും അതേപോലെ ഫോക്കസിൻ്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് ഒരു കോൺവെക്സ് ലെൻസ് എന്ത് ഇമേജ് ഫോം ചെയ്യാറുണ്ട്? വിർച്വൽ ഇമേജ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഫോംസ് എ വിർച്വൽ ഇമേജ്. ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാരണം നമുക്കറിയാം കോൺവെക്സ് ലെൻസിൽ ഫോം ചെയ്യുന്ന അധിക ഇമേജുകളും റിയൽ ഇമേജ് ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നതാണ് ദ നാച്ചർ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത രണ്ട് ഓപ്ഷനും അത് പ്രൂവ് ചെയ്യുന്നതാണ്. കാരണം ചില കേസിൽ റിയൽ ഇമേജ് ഫോം ചെയ്യും, ചില കേസിൽ വിർച്വൽ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. എ കോൺവെക്സ് ലെൻസ് കനോട്ട് ഫോം ആൻ ഇമേജ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ റിയൽ ഇമേജുകളെയാണ് നമുക്ക് പ്രൊജക്റ്റഡ് ഓൺ സ്ക്രീൻ എന്ന് പറയുന്നത്. റിയൽ ഇമേജസ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസ് എന്ത് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്? റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ കനോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനും റോങ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഡിസ്കസ് ചെയ്തത് കോൺവെക്സ് ലെൻസിൻ്റെ പ്രോപ്പർട്ടികളാണെങ്കിലും നിങ്ങൾ ഈ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് കോൺകേവ് ലെൻസിൻ്റെ പ്രോപ്പർട്ടിയുമായി കമ്പാരിസൺ ചെയ്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് ലെൻസാണ്. അപ്പോൾ ഈ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? ഡൈവേർജിങ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പിക്ചറിൽ കറക്റ്റായിട്ടുള്ള പിക്ചർ ഏതാണെന്നുള്ളതാണ്, കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫിഗർ നോക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസ് ആയിരുന്നുവെങ്കിൽ ഈ ഒരു ഫിഗർ കറക്റ്റ് ആവുമായിരുന്നു. കാരണം ഇവിടെ കൺവേർജിങ് ആണ് നടന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ റോങ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലൂടെയൊക്കെ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ നോക്കാം. ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അത് കോൺകേവ് ലെൻസ് ആയാലും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും ഒപ്റ്റിക് സെൻറ്ററിലൂടെയാണ് ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നത് എങ്കിൽ അതൊരു ഡീവിയേഷനും സംഭവിക്കാതെ അതിലൂടെ തന്നെ പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് കറക്റ്റാണ്. ബി ഓപ്ഷൻ കറക്റ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ആ റേ ഓഫ് ലൈറ്റ് നമ്മുടെ ഈ ലെൻസിൽ തട്ടിയതിന് ശേഷം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ലെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ റിഫ്രാക്റ്റിംഗ് സർഫസുകളാണ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് റിഫ്ലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു പിക്ചറും എന്ത് തന്നെയാണ്? റോങ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. നാലാമത്തെ ഓപ്ഷനിൽ ഒരു റേ ഓഫ് ലൈറ്റ് പാരലായിട്ട് വരുന്നുണ്ട്. ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബിയും അതേപോലെ ഓപ്ഷൻ ഡിയും ആണ്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. അപ്പോൾ ഇതേപോലെ പിക്ചറുകൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലെൻസ് എന്താണെന്നും ആ ലെൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ നമ്മുടെ റൂൾസ് ഓഫ് റിഫ്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഷുഡ് ബി യൂസ് ടു ഒബ്റ്റെയിൻ എ ലാർജ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? നമുക്ക് ലാർജ് ആയിട്ടുള്ള ഇമേജ് കിട്ടണം, അതേപോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടണം. അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ലെൻസാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വേണം. കോൺവെക്സ് ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ അറിയപ്പെടുന്നത് മാഗ്നിഫൈങ് ലെൻസ് എന്നാണ്. അപ്പോൾ മാഗ്നിഫൈ ലെൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഗ്ഗർ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ട എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സെപ്ഷണൽ കേസ് ഉണ്ടെങ്കിൽ കൂടി അവ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ആ കോഡ് നമ്മൾ പഠിക്കുന്നത് കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിട്ടല്ല, പക്ഷേ കോൺകേവ് ലെൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കോഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെൻസിൻ്റെ പ്രോപ്പർട്ടി ആണോ അവിടെ തന്നിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ കോഡ് ഇതാണ്. ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ കേവ്ഡ് എന്ന് എഴുതിക്കുക. അപ്പോൾ ഇതിലുള്ള ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിർച്വൽ ആണെന്നാണ്. ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിർച്വൽ, ഇ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എറക്റ്റ്, ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിമിനിഷ്ഡ് എന്നുള്ളതാണ്. ഡിമിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് സ്മോളറായി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ കേവ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് കോൺകേവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ആണ് എങ്കിൽ അതിന് 3 പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുക. ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് വിർച്വൽ ആയിരിക്കും, അതാണ് ഇവിടെ വി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് എറക്റ്റ് ആയിരിക്കും.
അതാണ് ഇവിടെ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഡി എന്ന് പറയുന്നത് അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ കേവ്ഡ് എന്നുള്ള കോഡിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അത് കോൺകേവ് ലെൻസ് ആണ് എങ്കിൽ അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് വിർച്വലി ഇറക്റ്റ് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ലാർജ് ഇമേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് വേണ്ടത്, അതുപോലെ ഇൻവേർട്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏത് കാറ്റഗറിയിലേക്ക് വരും? കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ലെൻസ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കോഡ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഏത് പ്രോപ്പർട്ടിയാണ് വന്നതെന്നുള്ളത് കൺഫേം ചെയ്യുക. നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ടേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റൻ ശ്രദ്ധിക്കുക. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് 20 cm. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് 40 cm ഫ്രം ദിസ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരിക്കലും കൺഫ്യൂഷൻ അടിക്കരുത്. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു റേ ഡയഗ്രം വരച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 20 ആണെന്ന്. ഇനി നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് u = 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിലും ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും 20 ആണ്. അപ്പോൾ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വെച്ച ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഫോക്കൽ ലെങ്ത്തും അതേപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന വാല്യൂ 20, അതേപോലെ u എന്ന് പറയുന്ന 40 വാല്യൂ, ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് ആണ് ഇവിടെ u എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് f ആണ് എങ്കിൽ 2f എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് 2f-ലാണെങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ കണക്ട് ചെയ്തിട്ട് ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? 2f എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് 2f-ലാണ്, ഇമേജ് ഫോം ചെയ്യുന്നതും 2f-ലാണ് എങ്കിൽ അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെയിം സൈസ് എന്ന് പറയുന്ന ആൻസർ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. റിയൽ ആൻഡ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് 2f ആണ്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? 2f-ലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് സെയിം സൈസ് ആയിരിക്കും, അതേപോലെ റിയലുമായിരിക്കും. സെയിം സൈസ് ആൻഡ് റിയൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓർത്തുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ആ ക്വസ്റ്റ്യൻ വായിച്ച് അതിലുള്ള ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രം ആൻസറിലോട്ടേക്ക് പോകുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് വിർച്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പൊക്കെ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻ്റ് ആയി കഴിഞ്ഞാൽ അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസസ് ത്രൂ ദ ഫോക്കസ്. അപ്പോൾ ഇവിടെ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അത് വിർച്വൽ അല്ല, പകരം അതെന്താണ്? റിയലാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം. പാരലൽ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആർ ഫോക്കസ്ഡ് അറ്റ് എ പോയിൻ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഇവിടെയും കാണുന്നത്. 2f-ൽ ഒബ്ജക്റ്റ് വെച്ചു, ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ പോയി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും എന്നാൽ റീസൺ എന്ന് പറയുന്നത് കറക്റ്റുമാണ്. അപ്പോൾ റീസൺ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് റോങ്. അപ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാൽ റീസൺ ഈസ് കറക്റ്റ് എന്ന് പറയുന്ന 4th ഓപ്ഷൻ ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് എ ചൈൽഡ് ട്രൈസ് ടു ബേൺ പേപ്പർ യൂസിങ് എ ലെൻസ് ഫ്രം എ സർട്ടൈൻ ഡിസ്റ്റൻസ്. ആഫ്റ്റർ സം ടൈംസ് he sees that the paper is burning. Which of the following is the correct reason for the paper burning? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലെൻസ് ഇങ്ങനെ വരക്കാം. ഈ ലെൻസ് നമുക്കറിയാം ഇത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ അതിൽ റേ ഓഫ് ലൈറ്റ് ഇതേപോലെ വരുന്നു, ഇവിടുന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതെന്ത് ചെയ്യും? ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു പേപ്പർ ബേൺ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബലൂൺ ബേസ്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ബലൂൺ ബേസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ റേസ് ഓഫ് ലൈറ്റിനെ മുഴുവൻ കൺവേർട്ട് ചെയ്ത് ഒരു പോയിന്റിലോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പോയിന്റിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിവിടെ ആൻസർ ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺവേർജിങ് ലെൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് കോൺകേവ് ലെൻസ് കൺവേർജസ് ലൈറ്റ് റേസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, കാരണം ഡൈവേർജിങ് പ്രോപ്പർട്ടിയാണ് കോൺകേവ് ലെൻസിന് ഉണ്ടാവുക. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. കോൺവെക്സ് ലെൻസ് കൺവേർജസ് ലൈറ്റ്.
അപ്പോൾ കോൺവെക്സ് ലെൻസ് കൺവെർജസ് ലൈറ്റ് എന്ന് പറയുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറും എന്ത് തന്നെയാണ്? ബി ഓപ്ഷനാണ്. അപ്പോൾ മൂന്നാമത്തതും നാലാമത്തതും റോങ് ഓപ്ഷൻസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ യൂസ് ആസ് ആൻ ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് എ മൈക്രോസ്കോപ്പ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും നമുക്ക് പിക്ചറിക്കലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ പിക്ചർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിലുള്ള ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് അതും തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ നിർബന്ധമായും പഠിച്ച് കൺഫേം ചെയ്ത് വെക്കണം. കാരണം എക്സാമിന് സ്വാഭാവികമായിട്ടും വളരെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടിയാണത്. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ യൂസ് ആസ് ആൻ ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് എ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഐ പീസും ഉണ്ട്, അതേപോലെ ഒബ്ജക്റ്റീവ് ഉണ്ട്, രണ്ടും ലെൻസസ് ആണ്. ആ ലെൻസസുകളിൽ ഉപയോഗിക്കേണ്ട സ്യൂട്ടബിൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ്. നമ്മൾ ആ ഇമേജ് വരക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോം ചെയ്യുന്ന ഇമേജ് നമ്മുടെ ഐ പീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആരാണ് ഇവിടെ ഗ്രേറ്റർ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്. എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ളതും കൂടി ഓർമ്മയിൽ വേണം. മൈക്രോസ്കോപ്പിലാണ് എങ്കിൽ. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പ് പഠിക്കുമ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ കമ്പയർ ചെയ്ത് മാത്രം പഠിക്കുക. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ തൊട്ടുമുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്കൊരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ ടെലസ്കോപ്പിൻ്റെ കേസിൽ ചോദിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെൻസസ് ക്യാൻ ബി സെലക്റ്റഡ് ആസ് ദി ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ഓഫ് എ ടെലസ്കോപ്പ്. തൊട്ടുമുമ്പ് വരെ നമ്മൾ പഠിച്ചത് മൈക്രോസ്കോപ്പാണ്, എന്നാൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ടെലസ്കോപ്പാണ്. തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ഐ പീസ് ആണ് മൈക്രോസ്കോപ്പിൽ ഫോക്കൽ ലെങ്ത് എന്തെടുക്കേണ്ടത്? ഗ്രേറ്റർ എടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? ടെലസ്കോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കേസിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വരിക. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിലായിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആവേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് ഗ്രേറ്റർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ പീസിൽ എന്താവണം? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ലെസ്സുമാവണം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. ആ രണ്ട് പിക്ചറിലും ഫോക്കൽ ലെങ്ത് ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിന് F = 10 സെൻറ്റിമീറ്റർ എന്നും രണ്ടാമത്തേന് F = 100 സെൻറ്റിമീറ്റർ എന്നും. വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇവിടെ F = 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റീവ് ലെൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ഇനി F = 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് ഐ പീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്ക് താഴെയുള്ള ഓപ്ഷൻസ് നോക്കാം. ഐ പീസ് A ആകണം. അപ്പോൾ ഇവിടെ നോക്കാം ഐ പീസ് A ആണ്. ഓക്കെ. അതേപോലെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ബി ആയിരിക്കണം. ഇവിടെ നോക്കാം ഒബ്ജക്റ്റീവിന് നമ്മൾ ബി ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച തിയറി ആൻസറിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. ബി ക്യാൻ ബി യൂസ്ഡ് ആസ് ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. അതെന്തായാലും അല്ല. അതേപോലെ എ ക്യാൻ ബി യൂസ്ഡ് ആസ് ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒരേ ഫോക്കൽ ലെങ്ത് ഉള്ളതാണ് എങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിൻ്റെ വർക്കിംഗ് എന്താവില്ല? പോസിബിൾ ആകില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം മൈക്രോസ്കോപ്പും ടെലസ്കോപ്പിലും ഒബ്ജക്റ്റീവിലും ഐ പീസിലും ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചുള്ള രണ്ട് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പാറ്റേൺ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ വെച്ച് ഫോക്കൽ ലെങ്ത്തും ചോദിക്കാം, ഫോക്കൽ ലെങ്ത്ത് തന്നിട്ട് ഡയോപ്റ്റർ അഥവാ പവർ ഓഫ് ലെൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് വിത്ത് -2D ഡയോപ്റ്റർ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് -2D ഡയോപ്റ്റർ എന്നുള്ളത് പഠിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർമ്മയിൽ വേണം. പവർ ഓഫ് ലെൻസിനെ നമ്മൾ മെഷർ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. അതിനെ നമ്മൾ D വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഡയോപ്റ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം അത് പവർ ഓഫ് ലെൻസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി നമ്മുടെ പവർ ഓഫ് ലെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ തന്നിരിക്കുന്ന വാല്യൂ ഇതേപോലെ -2D എന്നോ അല്ലെങ്കിൽ പവർ = +2D എന്നൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഓർമ്മയിലുണ്ടാകണം ഇവിടെ മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് കോൺകേവ് ലെൻസാണ് എന്നുള്ളതും ഇവിടെ പ്ലസ് ആണ് എങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിനെയാണ് എന്നും നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. കാരണം അധിക ക്വസ്റ്റ്യനിലും -2D ഡയോപ്റ്റർ എന്നോ -5D ഡയോപ്റ്റർ എന്നൊക്കെ തന്നിട്ട് അത് ഏത് ലെൻസാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലൂടെയൊക്കെ കിടക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് വിത്ത് -2D ഡയോപ്റ്റർ? അപ്പോൾ നമ്മുടെ പവറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്.
പി ഈക്വൽ ടു 1/f എന്ന് പറയുന്നത്. ഈ ഇക്വേഷനാണ് നമ്മുടെ ഈ ചോദ്യത്തിന് നമുക്ക് ആൻസർ തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പവർ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നു -2d ഡയോപ്റ്റർ. അപ്പോൾ പവറിന് പകരം ഞാൻ -2d എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളത് 1/f ആണ്. അപ്പോൾ ഇവിടെ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു 1/-2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.5 ആണ്. ഇനിയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുക. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. ഈ മീറ്ററിനെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷനുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 5 മീറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലെവിടെ തന്നെയും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.5 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 50 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1/-2 ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ -0.5 മീറ്റർ എന്നുള്ളതാണ് ഫോക്കൽ ലെങ്ത്. അഥവാ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടിയും ഈ ഒരു പാർട്ടിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ എക്സാമിന് നമ്മളോട് പവറാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പവറാണ്. അപ്പോൾ ഇക്വേഷൻ പി ഈക്വൽ ടു 1/f ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ 1/100 സെൻറ്റിമീറ്റർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ റോങ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത്തിന് സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ആദ്യം മീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം പവർ കണ്ടുപിടിക്കാം. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 1 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് വരും? 1/1 വരും. അപ്പോൾ പവർ എന്ന് പറയുന്നത് 1 ഡയോപ്റ്ററായി മാറും. അപ്പോൾ സെൻറ്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്കിൽ അതിന് മീറ്ററിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ പവർ കണ്ടുപിടിക്കുക. ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടില്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? മീറ്ററിലായിരിക്കും. അതിന് നിങ്ങൾ എന്താക്കണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അഥവാ ഓപ്ഷനിൽ മീറ്ററിൽ ആൻസർ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ കോൺവെക്സ് ലെൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, u ഈക്വൽ ടു +25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷൻ വളരെ വ്യക്തമായി അറിയണം. അപ്പോൾ സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാ മെഷർമെൻറ്റും എടുക്കാൻ തുടങ്ങുക ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ് എന്നുള്ളതാണ്. അതാദ്യം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. അതാണ് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കേസുകൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ വേറൊരു കേസാണ് പറയുന്നത്, നമ്മുടെ റേ ഓഫ് ലൈറ്റ് ഇതേപോലെ ഇൻസിഡൻ്റ് ആവും. അപ്പോൾ ഇവിടെ ഇൻസിഡൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എന്നാൽ നമ്മളെപ്പോഴും മെഷർമെൻറ്റ് എടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എങ്കിൽ അവിടെ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സിമിലർലി നമുക്കറിയാം ഇമേജ് അധിക കേസിലും ഫോം ചെയ്യുക ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ലെൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇങ്ങോട്ട് തന്നെയാണ്. അതേപോലെ നമ്മൾ ഒബ്ജക്റ്റ് മെഷർ ചെയ്യുന്ന ഡയറക്ഷനും സെയിം ആണ്. ആ കേസിൽ നമ്മൾ അവിടെ പോസിറ്റീവ് എന്നെടുക്കും. ഇനി ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടേക്കുള്ള വാല്യൂസിന് മുഴുവൻ നമ്മൾ പോസിറ്റീവായിട്ടും അതേപോലെ നമ്മുടെ ഈ ആക്സിസിന് താഴത്തേക്കുള്ള വാല്യൂസിന് മുഴുവൻ നമ്മൾ നെഗറ്റീവായിട്ടും എടുക്കും. അപ്പോൾ നമ്മളൊരു റേ ഓഫ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ യു വരിക, ഇതാണ് പൊതുവേ നമ്മുടെ വി വരിക. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസിലെ സൈൻ കാർട്ടീഷ്യൻ പ്രകാരം ഏതൊക്കെ വാല്യൂസാണ് വരാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, യു ഈക്വൽ ടു +25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ വെച്ചു. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, എന്നാൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എങ്കിൽ യു എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നെഗറ്റീവായി മാറും. അപ്പോൾ യു എന്ന് പറയുന്ന വാല്യൂ നെഗറ്റീവാണ് നമ്മുടെ സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷൻ പ്രകാരമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള യു ഈക്വൽ ടു +25 എന്ന് പറയുന്ന ഓപ്ഷൻ ഒരിക്കലും വരില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിലെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +1 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസിന് സ്വാഭാവികമായിട്ടും ഒപ്റ്റിക് ആക്സിസിന് മുകളിലുള്ള ഹൈറ്റുകൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറയുന്ന വാല്യൂ വരാം. അപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് +2 സെൻറ്റിമീറ്റർ. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം, വി ഈക്വൽ ടു +4 സെൻറ്റിമീറ്റർ. ഞാൻ തൊട്ടുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇമേജിനെ നമ്മൾ മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും, ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അങ്ങനെ രണ്ടും സെയിം ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൻ്റെ വാല്യൂ പോസിറ്റീവും ആകാം.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയില്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള u = +25. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ u എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു എ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. നമുക്കൊരു റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കാം. ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ദി അപ്പേർച്ചർ ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് ഷുഡ് ബി ഗ്രേറ്റർ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഫോക്കൽ ലെങ്ത്തും അതേപോലെ അപ്പേർച്ചറും ഒബ്ജക്റ്റീവ് ലെൻസിലാണ് നമ്മുടെ ടെലസ്കോപ്പിൽ ഗ്രേറ്റർ. അതേപോലെ ഫോക്കൽ ലെങ്ത്തും അപ്പേർച്ചറും കുറവുണ്ടാകുക ടെലസ്കോപ്പിൽ നമ്മുടെ ഐ പീസ് ലെൻസിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഫോക്കൽ ലെങ്ത് ആൻഡ് അപ്പേർച്ചർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഷുഡ് ബി ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൈക്രോസ്കോപ്പ് ആയിരുന്നെങ്കിൽ ശരിയായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ടെലസ്കോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഐ പീസ് മസ്റ്റ് ബി റിയൽ. അത് റിയൽ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനും റോങ് ആണ്. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം. ദ ഐ പീസ് ലെൻസ് ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഷോർട്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? ഷോർട്ട് ആയിരിക്കണം. ഇനി ഇത് നേരെ തിരിച്ച് മൈക്രോസ്കോപ്പ് ആവുമായിരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് കറക്റ്റാണ്. ഓപ്ഷൻ 1ഉം 4ഉം ആണ് കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. 1 and 4 ആർ കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ റിഫ്രാക്റ്റിംഗ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പാത്ത് ഓഫ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ കോൺവെക്സ് ലെൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഇമേജ്. 4 പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഇമേജ് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഒരു റേ ഓഫ് ലൈറ്റ് നമ്മുടെ കോൺവെക്സ് ലെൻസിലോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ആ റേ ഓഫ് ലൈറ്റ് പാരലായിട്ട് പോവാണ്. അപ്പോൾ ആ ഫസ്റ്റത്തെ ഓപ്ഷൻ പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? റോങ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഒരു റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് പാരലൽ ടു ദി ഒപ്റ്റിക് ആക്സിസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ റൂൾസ് ഓഫ് റിഫ്രാക്ഷനിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. ഒരു റേ ഓഫ് ലൈറ്റ് പാരലായി പോകുന്നു. നമുക്കറിയാം പാരലായി പോകുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഫോക്കസിലൂടെയാണ് കടന്നു പോകേണ്ടത്. പക്ഷേ നമ്മുടെ പിക്ചറിൽ തന്നിരിക്കുന്നത് അത് 2Fലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതും റോങ് ആണ്. അപ്പോൾ ഫസ്റ്റ് 1 റോങ് ആണ്, തേർഡ് 1ഉം റോങ് ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ അതൊരു ഡൈവേർജിങ് പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അതൊരു കോൺകേവ് ലെൻസിൻ്റെയാണ്. പക്ഷേ നമ്മുടെ പിക്ചറിൽ തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. ഈ റേ ഓഫ് ലൈറ്റ് ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് ഫോക്കസിലൂടെ ആയിരുന്നു കടന്നുപോകേണ്ടത്. പക്ഷേ അതിന് പകരം ഇവിടെ ഡൈവേർജ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓപ്ഷനും റോങ് ആണ്. അപ്പോൾ ഇവിടെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. അത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ പിക്ചറാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പിക്ചർ തരുമ്പോൾ നമ്മളെ റിഫ്രാക്ഷൻ പാരലായി പോകുന്നു, ഇപ്പുറത്ത് കൂടി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ശ്രദ്ധിക്കുക. ഫോക്കസിലൂടെ തന്നെയാണോ പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഇത് ഒരു റോങ് ആയിട്ടുള്ള പിക്ചറായിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോർ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചതാണ്. അപ്പോൾ ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്ന് പറയുന്നതാണ്. രണ്ടാമത് തന്നിരിക്കുന്നത് ഇൻവേർട്ടഡ് ആണ്, കറക്റ്റാണ്. മൂന്നാമത് തന്നിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇമേജ് റിയൽ ആണ് എങ്കിൽ അധിക കേസിലും അത് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി റിയലും ഇൻവേർട്ടഡും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മാഗ്നിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് m=v/u എന്നുള്ളതാണ് ഇക്വേഷൻ. m=v/u എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എങ്കിൽ ആ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് റിയൽ ആയിരിക്കും, അതേപോലെ വിർച്വൽ ആയിരിക്കും എന്നുള്ളതാണ്. റിയൽ ആയിരിക്കും, അതേപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വിർച്വലും അതേപോലെ എറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ഇവിടെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ റിയൽ ഇൻവേർട്ടഡ് ആണെങ്കിൽ അവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും.
ഇനി വിർച്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എറക്റ്റ് ആയിരിക്കും, അവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു കോൺസെപ്റ്റുകൾ മുഴുവൻ പറഞ്ഞുതരാം. ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഉള്ളത് V/U എന്നും അതേപോലെ HI/HO എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുമ്പോൾ മാഗ്നിഫിക്കേഷനിൽ നെഗറ്റീവ് ഉണ്ട്, അതേപോലെ മാഗ്നിഫിക്കേഷനിൽ പോസിറ്റീവ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം മാഗ്നിഫിക്കേഷൻ്റെ ആ ലെൻസിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് അത് റിയൽ ആണെന്നും അതേപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും എന്നാണ്. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും, അതേപോലെ എറക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഇതിൻ്റെ കൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ -1 ആണ് എന്ന് വിചാരിക്കുക, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ +1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയുള്ള മൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയൽ ഇൻവേർട്ടഡ് ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ കേസിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആകുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിർച്വൽ ആൻഡ് ഡയറക്റ്റ് ആണെന്നുള്ളതാണ്. എന്നാൽ ഇനി നമ്മൾ ഈ നെഗറ്റീവും പോസിറ്റീവും കാണിക്കുന്നത് ഈ രണ്ട് സ്വഭാവങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷമുള്ള നമ്പറിനും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ 1 എന്ന് പറയുന്ന നമ്പറാണ് എങ്കിൽ അതിനർത്ഥം സെയിം സൈസ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് സെയിം സൈസ്. അപ്പോൾ ഈ നെഗറ്റീവ് ആണ് എങ്കിൽ അതിനർത്ഥം റിയൽ ആൻഡ് ഇൻവേർട്ടഡും സെയിം സൈസ് എന്നായിരിക്കും. ഇനി പോസിറ്റീവ് 1 ആണെങ്കിൽ അതിനർത്ഥം എന്താണ് വിർച്വൽ ആൻഡ് ഡയറക്റ്റും സെയിം സൈസും ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴാണ് മാഗ്നിഫൈഡ് ആവുക, എപ്പോഴാണ് ഡിമിനിഷ്ഡ് ആവുക. ഉദാഹരണത്തിന് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ m = +5 എന്ന് പറഞ്ഞു, m = -2 എന്ന് പറഞ്ഞു, m = 1 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ നമ്മൾ ഇതും എങ്ങനെ വരിക, ഇവിടെ പ്ലസ് ഉള്ളത് കൊണ്ട് തന്നെ റിയൽ ആണ്, അതേപോലെ പ്ലസ് ഉള്ളത് കൊണ്ട് തന്നെ വിർച്വൽ ആണ്, അതേപോലെ എറക്റ്റ് ആണ്, വിർച്വൽ എറക്റ്റ്. അപ്പോൾ വിർച്വൽ ആണ്, എറക്റ്റ് ആണ്. എന്നാൽ ഇവിടെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 1നേക്കാൾ ഗ്രേറ്റർ ആണ് എങ്കിൽ അതിനർത്ഥം അത് എന്തായിരിക്കും മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 എന്ന് പറയുന്നത് 1നേക്കാൾ ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ അത് മാഗ്നിഫൈഡ് ആണ്. ഈ കേസിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിയൽ ആയിരിക്കും, അതുപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും. വാല്യൂ 1നേക്കാൾ ഗ്രേറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ന്യൂമറിക്കൽ നമ്പർ ജസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുക. ന്യൂമറിക്കൽ നമ്പർ 1നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മാഗ്നിഫൈഡ്, 1നേക്കാൾ ലെസ് ആണെങ്കിൽ ഡിമിനിഷ്ഡ്, 1 തന്നെയാണെങ്കിൽ സെയിം സൈസ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ വിർച്വൽ ആയിരിക്കും, എറക്റ്റ് ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് m = 1/2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ വെച്ചിട്ട് അതിൻ്റെ നാച്ചർ നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ വിർച്വൽ എറക്റ്റും, എന്നാൽ ഡിജിറ്റൽ ഇവിടെ നമ്മുടെ ന്യൂമറിക്കൽ നമ്പർ 1/2 ആയതുകൊണ്ട് അത് ഡിമിനിഷ്ഡ് ആയിരിക്കും, കാരണം 1നേക്കാൾ ലെസ് ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തുവെക്കുക. അപ്പോൾ m = V/U എന്നുള്ളതും അത് തന്നെയാണ് HI/HO എന്ന് പറയുന്ന ഇക്വേഷനായി കണക്ട് ചെയ്യുന്നതും എന്നുള്ളത് ഓർത്തുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ചൊരു കോളം നിർബന്ധമായും പഠിച്ചു വെക്കുക. കാരണം നമുക്ക് എക്സാമിന് ഇത് മാത്രമല്ല ന്യൂമറിക്കലായിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയും നമുക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളത് നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വരിക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് ഒബ്സർവ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് മാച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും പ്രോപ്പർട്ടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കോൺവെക്സ് ലെൻസ്, ഏതാണ് കോൺകേവ് ലെൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓൾവേസ് ഫോമിങ് എ ഡിമിനിഷ്ഡ് ആൻഡ് വിർച്വൽ ഇമേജ്. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു കോഡ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, കേവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിലുള്ള CAVE റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺകേവ് ലെൻസ് ആണെന്നും അതിലുള്ള VED റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിർച്വൽ എറക്റ്റ് ഡിമിനിഷ്ഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺകേവ് ലെൻസിൻ്റെ എപ്പോഴും സ്ഥിരമായിട്ടുള്ള നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിമിനിഷ്ഡും വിർച്വലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിമിനിഷ്ഡും വിർച്വലും ഏത് ലെൻസിൻ്റെ പ്രോപ്പർട്ടിയാണ്, കോൺകേവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഫോംസ് എ റിയൽ ഓർ വിർച്വൽ ഇമേജ് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കറിയാം കോൺവെക്സ് ലെൻസിനാണ് ഈ ഒരു പ്രത്യേകത ഉള്ളത്. റിയൽ ഇമേജും ഉണ്ട്, അതേപോലെ വിർച്വൽ ഇമേജും ഫോം ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എ ലെൻസ് ദാറ്റ് ഈസ് തിക്ക് ഇൻ ദ മിഡിൽ ആൻഡ് കൺവേർജസ് ലൈറ്റ്. ആ കൺവേർജ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൻ്റെ സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത് തിക്കും എഡ്ജസ് എന്ന് പറയുന്നത് തിന്നറും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനും എന്താണ്, കോൺവെക്സ് ലെൻസ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. എ ലെൻസ് ദാറ്റ് ഈസ് തിൻ ഇൻ ദ മിഡിൽ ആൻഡ് ഡൈവേർജസ് ലൈറ്റ്. ലൈറ്റിനെ ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ലെൻസാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്ഷൻ വരുന്നതും കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എയും അതേപോലെ എയും ഡിയും കോൺകേവ് ലെൻസും ബിയും സിയും കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ ഇതാണ് നമുക്കവിടെ കാറ്റഗറൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. എ ക്യാമറ യൂസസ് എ ലെൻസ് വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ്
+10 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. വാട്ട് കൈൻഡ് ഓഫ് എ ലെൻസ് ഈസ് ദിസ്? അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് എങ്കിൽ ആ ലെൻസ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. കാൽക്കുലേറ്റ് ദി പവർ ഓഫ് ദി ലെൻസ്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പേ ഡിസ്കസ് ചെയ്താണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/f എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം? സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.1 മീറ്റർ. അപ്പോൾ അത് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/0.1 എന്നുള്ളത് വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് പവർ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച പവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ഡയോപ്റ്റർ നമ്മളവിടെ കൊടുക്കും. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ സിമ്പിൾ ഇടാത്തത് എന്നുള്ളത് ഓർത്തുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫോക്കൽ ലെങ്ത്ത് സെൻറ്റിമീറ്ററിലാണ് എങ്കിൽ അതിനെ മീറ്ററിലേക്ക് ആക്കിയതിന് ശേഷം മാത്രം നമ്മുടെ P = 1/f എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. A student who was having difficulty reading the letters written on the board went to the doctor and was prescribed a lens with a power of -2D എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുട്ടിക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. ആ പ്രിസ്ക്രിപ്ഷനിൽ വാങ്ങേണ്ട ലെൻസിൻ്റെ പവറാണ് എന്ത് കൊടുത്തുള്ളത്? -2D എന്ന് കൊടുത്തുള്ളത്. അപ്പോൾ അടുത്ത ഫസ്റ്റ് ചോദ്യം നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? എന്ത് ലെൻസാണ് ആ കുട്ടിക്ക് വാങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൻസർ നമുക്ക് തരുന്നത് നമ്മുടെ പവറിലുള്ള ഈ മൈനസ് സിമ്പിളാണ്. കാരണം നമ്മുടെ ഇക്വേഷൻ P = 1/f എന്നുള്ളതാണ്. പവർ നെഗറ്റീവ് ആകണമെങ്കിൽ ഇവിടെയുള്ള ഫോക്കൽ ലെങ്ത് എന്താവണം? നെഗറ്റീവ് ആവണം. അപ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് എങ്കിൽ അത് ഏത് ലെൻസ് ആയിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്? അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ജനറൽ ആയിട്ടുള്ള P = 1/f എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ -2D = 1/f എന്ന് കിട്ടും. അപ്പോൾ F = 1/-2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ ഇടും. അപ്പോൾ 0.5 മീറ്റർ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ പവർ ഈക്വൽ ടു -0.5 മീറ്റർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെയൊക്കെ പോകാം. അപ്പോൾ പവറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവറിൻ്റെ ഇക്വേഷനും അതിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഫാർ ഷുഡ് ദ ഒബ്ജെക്ട് ബി ഫ്രം ദ ലെൻസ് ഓഫ് ആൻ ലെൻസ് ഇഫ് ആൻ ഇമേജ് ഓഫ് 6 സെൻറ്റിമീറ്റർ ഹൈ ഓഫ് ആൻ ഒബ്ജെക്ട് 2 സെൻറ്റിമീറ്റർ ഹൈ ഈസ് ടു ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ 1.5 മീറ്റർ അവേ? അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതിലുള്ള തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് താഴോട്ടേക്ക് എഴുതുക. അപ്പോൾ ആദ്യം നോക്കാം. ഹൗ ഫാർ ഷുഡ് ദ ഒബ്ജെക്ട് ബി ഫ്രം ദ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇഫ് ആൻ ഇമേജ് ഓഫ് 6 സെൻറ്റിമീറ്റർ ഹൈ, അപ്പോൾ നമുക്ക് HI എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓഫ് ആൻ ഒബ്ജെക്ട് 2 സെൻറ്റിമീറ്റർ ഹൈ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജെക്ട് എന്ന് പറയുന്നത് നമുക്ക് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ടു ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ ഓഫ് 1.5 മീറ്റർ എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V തന്നിട്ടുണ്ട് 1.5 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും സെൻറ്റിമീറ്ററിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ V = നമുക്ക് 150 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ നിലവിൽ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് ഓരോ ക്വാണ്ടിറ്റീസിനും അതിൻ്റേതായുള്ള സിമ്പിൾസ് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം U എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇനി ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സിമിലർലി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിന് മുകളിലായതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയിരിക്കും. V എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് U ആണ്. അപ്പോൾ U കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് M = V/U which is equal to HI/HO എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ HI എന്ന് പറയുന്നിടത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് വാല്യൂ എന്ന് പറയുന്നത് -6. HO എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. V എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 150 ആണെന്ന്. U എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ യുവിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ V = ഇക്വേഷൻ എന്തായി മാറും? V = HI/HO × U വരും. അപ്പോൾ U = എന്തായി മാറും? HO/HI × B എന്നായി മാറും. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2/-6 × 150 എന്നുള്ളതാണ് വരിക. 2/-6 × 150. അപ്പോൾ ഒന്ന് മാറ്റിയതുണ്ട്.
അപ്പോൾ 2 × 150 എന്ന് പറയുമ്പോൾ 300 വരും. 300/-6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -50 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു ആയിരുന്നു. യു നമ്മൾ കണ്ടുപിടിച്ചു -50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്മളുടെ മാഗ്നിഫിക്കേഷൻ V/U which is equal to H/HO എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് യു കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൈൻ കാർട്ടീഷ്യൻ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ വാല്യൂസും ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ഡയഗ്രാം ഈസ് അനലൈസ്ഡ് യൂസിങ് ദ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ മെത്തേഡ്. ദ ഒബ്സർവേഷൻ റിട്ടൺ ബൈ എ ചൈൽഡ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ എറേഴ്സ് ഇൻ ദ ഒബ്സർവേഷൻ. ഇത് ഒബ്സർവ് ചെയ്തിട്ട് അതിലുള്ള തെറ്റുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് U = -15 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് നമുക്കറിയാം ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, യു എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ OB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, IM റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇമേജ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ OB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്റർ മുതൽ നമ്മുടെ ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ യു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ റേ ഓഫ് ഇൻസിഡൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടും ആയതുകൊണ്ട് തന്നെ ഇവിടെ യു എന്ന് പറയുന്നത് -5 ആയിരിക്കും. -15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഓപ്ഷൻ കറക്റ്റാണ്, നെഗറ്റീവാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ യു എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. V = -40 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് എന്താണ്, ഇൻസിഡൻറ്റ് റേൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. മെഷർമെൻറ്റ് എടുക്കുന്ന ഡയറക്ഷനും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ V എന്ന് പറയുന്നത് ഈ കേസിൽ +40 ആണ് വരേണ്ടത്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് V = -40 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. F = -10. തന്നിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് എങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ ഓപ്ഷൻ റോങ് ആണ്, കാരണം നെഗറ്റീവാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ഇമേജ്. ഹൈറ്റ് ഓഫ് ഇമേജ് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് താഴെയാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് HI = നെഗറ്റീവ് എന്നുള്ളതിന് -4 ആണ് നമ്മുടെ ഓപ്ഷനിൽ തന്നത്. അപ്പം ഇത് ശരിയാണ്. അപ്പോൾ ഇതിലുള്ള എറർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ V = -40 എന്നുള്ളതും അതേപോലെ F = -10 എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻസാണ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സൈൻ കാർട്ടീഷ്യൻ അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കും. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. The ophthalmologist prescribed a lens with a power of 4 diopter, positive 4 diopter. What kind of lens is this എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ +4 diopter കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്നാണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ്. ഇനി അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ് വരുന്നത്. പവർ കണ്ടുപിടിക്കുക, P = 1/f. അതിൽ നിന്ന് നമുക്ക് Fന് ഒരു ഇക്വേഷൻ കിട്ടും. F = 1/power എന്ന് വരും. അപ്പോൾ പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ 4 ആണ്. അപ്പം 1/4 എന്ന് വരും. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 മീറ്റർ വരും. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 0.25 മീറ്റർ ആണ്, അഥവാ = 25 സെൻറ്റിമീറ്റർ. അത് ഓർത്തേക്കാം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഗിവൺ ആസ് -0.25. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -0.25. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. ഇവിടെ നോക്കുക, ഈ മൈനസ് മാത്രം കാണിച്ചു തരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അത് റിയൽ ആണെന്നും അതേപോലെ ഇൻവേർട്ടഡ് ആണ് എന്നുള്ളതാണ്. അവിടെ പ്ലസ് ആയിരുന്നുവെങ്കിൽ വിർച്വൽ ആൻഡ് എറക്റ്റ് എന്നുള്ളതാവുമായിരുന്നു. ഇനി ഇവിടെ 0.25 എന്ന് പറയുന്ന ഈ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ, എത്രത്തോളം ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വലുതായോ അല്ലെങ്കിൽ ചെറുതായോ എന്നുള്ളതിനാണ്. അപ്പോൾ 0.25 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ തൊട്ടുമുമ്പ് ഡിസ്കസ് ചെയ്താണ് നമ്മൾ 1 കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ 1 കമ്പയർ ചെയ്യുമ്പോൾ <1 ആണ് എങ്കിൽ, വാല്യൂ എന്ന് പറയുന്നത് 1 ചെറുതാണെങ്കിൽ അതെന്തായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 0.25 എന്ന് പറയുന്നത് <1 ആണ്. <1 ആണെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഡിമിനിഷ്ഡ്. എന്താണ് ഡിമിനിഷ്ഡ് എന്നുള്ളത് കിട്ടി, ഡിമിനിഷ്ഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് M = -0.25 എന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ HI/HO ആണ്
എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 0.25 എന്നുള്ള വാല്യൂ കിട്ടണമെങ്കിൽ അവിടെ 1/4 ടൈംസ് ആയിരിക്കും എന്ത് നടന്നിട്ടുണ്ടാവുക? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1.4 ആണ്. അത് വളരെ ലോജിക്ക് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ഡ്രോ ദ റേ ഡയഗ്രാം ഓഫ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് എ റീഡിംഗ് ലെൻസ്. ഒരു റീഡിംഗ് ലെൻസ് ഫോം ചെയ്യുന്ന, റീഡിംഗ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മാഗ്നിഫൈങ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിനെയാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫോക്കസിൻ്റെയും അതേപോലെ ലെൻസിൻ്റെയും ഇടയിലുള്ള ഒരു ഇമേജാണ് വരയ്ക്കുന്നത് എങ്കിൽ ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പോകുന്നു, അതേപോലെ ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിലൂടെ ഉള്ളത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്നു. ഇവിടെ നിന്നുള്ള റേ ഓഫ് ലൈറ്റ് നമ്മുടെ ഇപ്പുറത്തുള്ള ഫോക്കസിലൂടെ കടന്നു. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ നടന്നിട്ടുള്ള ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇമാജിനറി ഡോട്ടഡ് ലൈൻ പുറകോട്ടേക്ക് വരക്കുന്നു. ആ ഡോട്ടഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. ഒരു റീഡിംഗ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ പൊസിഷൻസ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. എ റീഡിംഗ് ലെൻസ് ഈസ് യൂസ് ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ്. റീഡിംഗ് ലെൻസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് എന്തിനാണ്? വളരെ ചെറിയ ലെറ്റേഴ്സുകളെയും നമ്പേഴ്സിനെയും ഒക്കെ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ മൈക്രോസ്കോപ്പ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നേക്കിഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ്, ഓർഗാനിസം അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ മാഗ്നിഫൈ ചെയ്ത് വലുതായി കാണുക എന്ന് ഉള്ള ആ ഒരു പ്രോസസ്സിന് സഹായിക്കുന്ന ഡിവൈസായിട്ടാണ്. അപ്പോൾ എ റീഡിംഗ് ലെൻസ് ഈസ് യൂസ് ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ മൈക്രോസ്കോപ്പ് എന്നുള്ളതിൻ്റെ ആൻസർ എ മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ ദ ഇമേജ് many times greater compared to reading lens. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർമ്മയിലുണ്ടാവണം. ഒരു നോർമൽ റീഡിംഗ് ലെൻസിനേക്കാൾ 10 മടങ്ങ് വലുതായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് എന്ത് പറയുന്നത്? മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടേക്ക് കടക്കാം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എഫ് കിട്ടിയിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, അതിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ്. അപ്പോൾ സെയിം സൈസ് കിട്ടണമെങ്കിൽ ആ ഒബ്ജക്റ്റ് വെച്ച പൊസിഷൻ എന്ന് പറയുന്നത് 2f ആണെന്ന് കിട്ടി. അപ്പോൾ 2fലാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഥവാ u എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയായിരിക്കും? 40 ആയിരിക്കും. കാരണം ട്വൈസ് ദ ഫോക്കൽ ലെങ്ത് ആണല്ലോ 2f. എഫ് 2 ആണെങ്കിൽ 2 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിട്ടും. അപ്പോൾ നമുക്ക് u കിട്ടിയിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഹൗ ഫാർ ഈസ് ദ ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചോദിക്കുന്നത്? u എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. ഈസ് ഇറ്റ് പോസിബിൾ ടു ഫോം ദിസ് ഇമേജ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ഇമേജാണ്. റിയൽ ഇമേജ് ആണെങ്കിൽ നമുക്കതിനെ സ്ക്രീനിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൻസർ യെസ് ഇറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ്. കാരണം എന്താ? റിയൽ ഇമേജ് ആണ്. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? m = v/u. അപ്പോൾ ഇതിൽ നമുക്ക് u കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് v കിട്ടിയിട്ടില്ല. പക്ഷേ v കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് v = uf/u + f എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ u നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ സൈൻ കാർട്ടീഷ്യൻ അപ്ലൈ ചെയ്യുമ്പോൾ -40 ആവും. അപ്പോൾ -40 × 20/-40 + 20 എന്നുള്ളതായി വരും. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -40 × 20 എന്ന് പറയുമ്പോൾ നമുക്ക് -800 -40 + 20 കൂടി -20 ആവും. ഈ മൈനസും ക്യാൻസലായി പോവും. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 40 കിട്ടും. അപ്പോൾ v എന്ന് പറയുന്നത് എന്താണ്? 40 ആണ്. ഇനി നമുക്ക് അല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ കാരണം ഇവിടെ നമ്മുടെ u എന്ന് പറയുന്നതും v എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും 2fൽ വെക്കുമ്പോൾ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷനാണ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിട്ടുള്ള m = v/u നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40/40 എന്നാണ് വരിക. പക്ഷേ u എന്നുള്ളത് -40 ആയിരിക്കും സൈൻ കാർട്ടീഷ്യൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് -1 വരും. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ റിയൽ ഇൻവേർട്ടഡ് സെയിം സൈസ് എന്ന് വരും.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മളെപ്പോഴും ഫോക്കൽ ലെങ്ത്തും അതേപോലെ അതിൻ്റെ പൊസിഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫോക്കൽ ലെങ്ത്തും അതേപോലെ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന പൊസിഷനും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് 2f എന്ന് പറയുന്ന പോയിന്റിലോട്ടേക്കായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക.